precious friend, may I wish you God's blessings and abundance during the coming month. എന്റെ വിലയേറിയ സ്നേഹിത, വരും മാസങ്ങളിൽ ദൈവം തന്റെ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. I know the heat is plenty, but God's grace and abounding grace shall cool you and bring all of God's joy into your heart and life. ഉഷ്ണം അതികഠിനമാണ്, എങ്കിലും ദൈവത്തിന്റെ വർദ്ധിച്ചു പെരുകുന്ന കൃപ നിങ്ങളെ തണുപ്പിക്കും, നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദം നൽകും. Let me bring you God's word and promise from Psalm 32 and verse 6, 7 and 8. സങ്കീർത്തനം 32 6, 7, 8 എന്നീ വാക്യങ്ങളിൽ കാണുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. Therefore let all the faithful pray to you when you may be found. Surely the rising of the mighty waters will not reach them. My friend, എന്റെ വിലയേറിയ സ്നേഹിത, there are mighty waters which roar around us in this world. ഈ ലോക ജീവിതത്തിൽ പെരുവെള്ളം നമുക്കെതിരായും അതുപോലെ തന്നെ നമുക്ക് ചുറ്റിലും കവിഞ്ഞു വരും. During the times of Noah, നോഹയുടെ കാലഘട്ടത്തിൽ when people committed sin and did not believe in the word of God, the mighty waters, the flood waters came and engulfed them and they were destroyed. ജനങ്ങൾ പാപം ചെയ്തപ്പോൾ പെരുവെള്ളം കവിഞ്ഞു വന്നു, അവരെ വിഴുങ്ങി, അവർ നശിക്കുകയും ചെയ്തു. But then എങ്കിലും again the mighty waters rose up in the New Testament. വീണ്ടും പുതിയ നിയമത്തിൽ പെരുവെള്ളം ഉയർന്നു വരുന്നത് നാം കാണുന്നു. It was when Peter tried to walk on the water to Jesus. പത്രോസ് വെള്ളത്തിന്മേൽ നടന്ന് യേശുവിന്റെ അരികിൽ ചെല്ലുവാൻ ശ്രമിച്ചപ്പോഴാണ് അത് സംഭവിച്ചത്. Jesus said, "Come," when he wanted to walk on the അവൻ water. വെള്ളത്തിന്മേൽ നടക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ യേശു അവൻ അനുവാദം നൽകി. And Peter saw the mighty waters, എന്നാൽ പത്രോസ് പെരുവെള്ളം കവിഞ്ഞു വരുന്നത് കണ്ടു. the roaring waves, അലറുന്ന തിരമാലകൾ ഉയർന്നു വരുന്നത് അവൻ കണ്ടു. the alarming winds. ഭയപ്പെടുത്തുന്ന കൊടുങ്കാറ്റും അവൻ കണ്ടു. He was afraid. അവൻ വളരെയധികം ഭയപ്പെട്ടു. He began to sink. അങ്ങനെ അവൻ വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങി. At that moment he cried out to Jesus for ആ help. സമയത്ത് സഹായത്തിനു വേണ്ടി അവൻ യേശുവിനോട് നിലവിളിച്ചു. Of course Jesus picked him up. തീർച്ചയായും യേശു അവനെ കരം പിടിച്ചുയർത്തി. My friends, എന്റെ പ്രിയ സ്നേഹിതന്മാരെ, sin and worry makes us sink. പാപവും വിഷമവും നാം മുങ്ങിപ്പോകുന്നതിനെ കാരണമായി തീരുന്നു. The mighty waters roar and suck those who are full of fear and worry in this world, at the same time who commit sin and are disobedient to the word ഈ of ലോകത്തിൽ God. വിഷമങ്ങളാലും ഭയത്താലും നിറഞ്ഞവരെയും പാപം ചെയ്യുന്നവരെയും വചനം അനുസരിക്കാത്തവരെയും പെരുവെള്ളം വിഴുങ്ങുന്നു. But then എങ്കിലും here the scripture says, at that moment pray. ഇവിടെ വചനം പറയുന്നു, ആ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുവിൻ. It says pray വചനം പറയുന്നു, to the പ്രാർത്ഥിക്കുവിൻ one ആ ദൈവത്തോട്. who will be found of you. നിങ്ങൾ കണ്ടെത്തുന്ന ആ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. And when the mighty waters rise up, they will not even reach you. അങ്ങനെയാണെങ്കിൽ പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിങ്ങളുടെ അടുക്കലോളം എത്തുകയില്ല എന്ന് വചനം പറയുന്നു. Look at Jonah. യോനയെ നോക്കുവിൻ. He disobeyed God. അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. He was traveling by the ship to another place. അവൻ മറ്റൊരു സ്ഥലത്തേക്ക് കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. God sent the mighty waters. അപ്പോൾ ദൈവം പെരുവെള്ളത്തെ അയക്കുന്നു. The third reason for mighty waters to come against you is disobedience. പെരുവെള്ളം നിങ്ങൾക്കെതിരായി കവിഞ്ഞു വരുന്നതിനുള്ള മൂന്നാമത്തെ കാരണം അനുസരണക്കേടാണ്. He heard the voice of God. അവൻ ദൈവത്തിന്റെ ശബ്ദം He was a കേട്ടിരുന്നു. prophet of God, but he disobeyed God. അവൻ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. എന്നിരുന്നാലും അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. But God was gracious. എന്നാൽ ദൈവം കൃപാലുവായിരുന്നു. He sent a fish to swallow him up without cutting his legs or hands. അവന്റെ കൈകാലുകൾക്ക് ക്ഷതം സംഭവിക്കാത്ത വിധത്തിൽ അവനെ വിഴുങ്ങുന്നതിന് ദൈവം ഒരു മത്സ്യത്തെ അയച്ചു. And as he was in the belly of the fish, അവൻ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ the digestive acids tried to digest him, മത്സ്യത്തിന്റെ ഉദരത്തിലെ ദഹനരസങ്ങൾ അവനെ ദഹിപ്പിക്കുവാൻ ശ്രമിച്ചു. and his body would burn
അവന്റെ ശരീരം പൊള്ളുകയായിരുന്നു. But at that time, as he cried from the depths of the sea and prayed to God according to Jonah 2:3. എന്നാൽ ആ സമയത്ത് യോന 2:3 പ്രകാരം അവൻ സമുദ്രത്തിന് ആഴത്തിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ God was found by him. അവന് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. And God sent his grace to surround him and cover him up. പിന്നീട് അവനെ ആവരണം ചെയ്യുന്നതിനു വേണ്ടി ദൈവം തന്റെ കൃപയെ അവന്റെ അരികിലേക്ക് അയച്ചു. When the digestive acids came to digest him, they could not touch him because he was surrounded by the grace of God. ദഹനരസങ്ങൾക്ക് അവനെ ദഹിപ്പിക്കുവാൻ കഴിഞ്ഞില്ല, കാരണം അവൻ ദൈവകൃപയാൽ വലയം ചെയ്യപ്പെട്ടിരുന്നു. The mighty waters could not reach him. ജലപ്രവാഹങ്ങൾക്ക് യോനയെ തൊടുവാൻ കഴിഞ്ഞില്ല. The digestive acids of the whale, of the fish, could not digest him. മത്സ്യത്തിന്റെ ദഹനരസങ്ങൾക്ക് അവനെ ദഹിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. When he prayed to God, അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദഹനരസങ്ങൾക്കോ ജലപ്രവാഹങ്ങൾക്കോ അവനെ തൊടുവാൻ കഴിഞ്ഞില്ല. my father had a divine visitation to heaven where he met Jonah, and this is what he told him when he narrated his experience. ഒരു സ്വർഗീയ ദർശനത്തിലൂടെ എന്റെ പിതാവ് യോനയെ കണ്ടുമുട്ടിയപ്പോൾ യോന തന്റെ അനുഭവത്തെക്കുറിച്ച് എന്റെ പിതാവിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. As he prayed, as Jonah prayed in the belly of the fish, God turned his direction to enter into his will, God's will. എന്നാൽ പിന്നീട് യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോനയെ ദൈവഹിതത്തിലേക്ക് വഴി നടത്തി. God had planned for Jonah to go to Nineveh and preach the gospel for the city to repent. യോന നിനിവയിലേക്ക് ചെന്ന് പട്ടണം മാനസാന്തരപ്പെടുന്നതിനു വേണ്ടി സുവിശേഷം പ്രഘോഷിക്കണമെന്നതായിരുന്നു ദൈവത്തിന്റെ Jonah പദ്ധതി. was running in a different direction to another city. എന്നാൽ യോന എതിർദിശയിലുള്ള മറ്റൊരു നഗരത്തിലേക്ക് ഓടി പോകുകയായിരുന്നു. But God, when he prayed, changed the direction of his life to the direction of doing God's will. എന്നാൽ യോന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം യോനയുടെ ജീവിതത്തിന്റെ ദിശ മാറ്റി ദൈവഹിതത്തിലേക്ക് അവനെ വഴി നടത്തി. It happens in our lives. നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. Romans 8:26 says, റോമർ 8:26 പറയുന്നു, we are weak. നാം ബലഹീനരാകുന്നു. We try to take decisions of our own. നാം സ്വന്തം ബുദ്ധിക്കനുസരിച്ച് തീരുമാനമെടുക്കുവാൻ ശ്രമിക്കുന്നു. We try to do things which we think will keep us secure. ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് സുരക്ഷിതത്വം നൽകുമെന്ന് നമുക്ക് തോന്നുന്നു. നാം അത് ചെയ്യുവാൻ ശ്രമിക്കുന്നു. But we fail. എന്നാൽ പലപ്പോഴും നാം പരാജയപ്പെടുന്നു. The mighty waters rise up against us to destroy us. നമ്മെ നശിപ്പിക്കുന്നതിനെ പെരുവെള്ളം നമുക്കെതിരായി കവിഞ്ഞു വരുന്നു. But then എന്നാലോ the Holy Spirit is given to us to help us in our weaknesses. നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് Romans നൽകിയിരിക്കുന്നത്. 8:27 says the Holy Spirit knows the mind of God, the will of God for our life, for our future. ദൈവത്തിന്റെ മനസ്സും നമ്മുടെ ജീവിതത്തിനും ഭാവിക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ ഹിതവും പരിശുദ്ധാത്മാവ് അറിയുന്നുവെന്ന് റോമർ 8:27 When we പറയുന്നു. pray to God, the Holy Spirit takes over our tongue, our spirit, and begins to pray God's will through our own നാം tongues. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിന്റെയും ആത്മാവിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നു. പിന്നീട് നമ്മുടെ സ്വന്തം നാവിലൂടെ ദൈവഹിതാനുസരണം പ്രാർത്ഥിക്കുവാൻ That's തുടങ്ങുന്നു. why the Bible says, Jesus says, they who believe in me shall speak in new tongues. അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവർ പുതിയ ഭാഷകളിൽ സംസാരിക്കുമെന്ന്. The new plan of God. സർവശക്തനായ ദൈവത്തിന്റെ പുതിയ പദ്ധതി. And as we pray this plan of God, led by the Holy Spirit through our own tongue, the direction of our life changes. പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെട്ട് ദൈവത്തിന്റെ പുതിയ പദ്ധതിക്കനുസരിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറുന്നു. As Jonah came out of the mighty waters from the belly of the fish, entered Nineveh, preached the gospel, and got the whole city saved, you too can bring salvation to your family, your life, and your future. യോന മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന് നിനിവയിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പട്ടണം മുഴുവൻ രക്ഷ പ്രാപിച്ചതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഭാവിയിലേക്കും ദൈവിക ദാനമായ രക്ഷയെ കൊണ്ടുചെല്ലുവാൻ സാധിക്കും. And not only that, അത് മാത്രമല്ല, Jonah was a sign for Jesus. യോന യേശുവിനെ ഒരു അടയാളമായിരുന്നു. യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ യേശുവിന്റെ ജീവിതത്തിലും സംഭവിച്ചു. As Jonah was in the belly of the fish for 3 days and nights, he became a symbol, a sign for Jesus, who was to be in the belly of the earth for 3 days and nights. യോന 3 രാവും പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നതുപോലെ
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 3 രാവും പകലും ഭൂമിക്കുള്ളിൽ കിടന്നു. Jesus remembered the sign of Jonah and he encouraged himself saying, I will rise up on the third day just like Jonah. യേശു യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഓർത്തു. എന്നിട്ട് സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. My friend, you too can become a sign for the Lord. Even though you go through disobedience and weakness, he will save you when you നിങ്ങൾക്കും pray. ദൈവത്തിന് ഒരു അടയാളമായി തീരാം. നിങ്ങൾ അനുസരണക്കേടിലൂടെയും ബലഹീനതയിലൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ The രക്ഷിക്കും. Lord will honor your prayer and save a nation as he did through Jonah when you pray. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം യോനയിലൂടെ ചെയ്തതുപോലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ മാനിച്ച് ഒരു രാജ്യത്തെ രക്ഷിക്കും. And when you pray, the scripture says he will instruct you and he will put his loving eye upon you and he will counsel you and show you the way you നിങ്ങൾ should go. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഉപദേശിച്ച് പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നും നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുമെന്നും വചനം God's പറയുന്നു. loving eye will come upon you. He will look at you with compassion. ദൈവം തന്റെ സ്നേഹനിർഭരമായ ദൃഷ്ടികൾ നിങ്ങളുടെ മേൽ വെക്കും. ദൈവം മനസ്സലിവോടെ കരുണയോടെ നിങ്ങളെ നോക്കും. And the scripture says in verse 7, Lord, you are my hiding place when the mighty waters come. കൂടാതെ 7-ാമത്തെ വാക്യം പറയുന്നു, ദൈവമേ, പെരുവെള്ളം വരുമ്പോൾ നീ എന്റെ മറവിടമാകുന്നു. You will protect me from trouble അങ്ങനെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കുമെന്ന് വചനം വ്യക്തമായി പറയുന്നു. and surround me with songs of deliverance. കൂടാതെ രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. How does the song come? എങ്ങനെയാണ് രക്ഷയുടെ ഉല്ലാസഘോഷം വരുന്നത്? If you read Zephaniah 3:17, നിങ്ങൾ സെഫനിയാവ് 3:17 വായിക്കുകയാണെങ്കിൽ the Bible says, God sings or rejoices over his children with singing. അവിടെ വചനം വ്യക്തമായി പറയുന്നു, ദൈവം തന്റെ മക്കളിൽ ഘോഷത്തോടെ ആനന്ദിക്കുമെന്ന്. Every time the mighty waters, the problems of life comes around us, God sings over us saying, this is my beloved son, this is my beloved daughter. ഓരോ സന്ദർഭത്തിലും കഷ്ടങ്ങൾ എന്ന പെരുവെള്ളം നമ്മെ ചുറ്റിക്കൊള്ളുമ്പോൾ ദൈവം ഇതെന്റെ പുത്രിയാണ്, ഇതെന്റെ പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മിൽ ആനന്ദിക്കുന്നു. When he sings, the demon powers leave. ദൈവം നമ്മിൽ ഘോഷത്തോടെ ആനന്ദിക്കുമ്പോൾ ദുരാത്മാക്കൾ നമ്മെ വിട്ടു പോകുന്നു. The people turn their hearts towards you. ജനങ്ങൾ തങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് നേരെ തിരിക്കുന്നു. The wicked and the jealous leave. ദുഷ്ടന്മാരും അസൂയാലുക്കളും നിങ്ങളെ വിട്ടു പോകുന്നു. Your own heart of bitterness changes and you receive the joy of the Lord. നിങ്ങളിലെ കയ്പ് നിറഞ്ഞ ഹൃദയം മാറിപ്പോകുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ ആനന്ദം പ്രാപിക്കുവാൻ സാധിക്കുന്നു. You become a new man, a new woman. നിങ്ങൾ ഒരു പുതിയ പുരുഷനായി മാറുന്നു, ഒരു പുതിയ സ്ത്രീയായി The തീരുന്നു. Bible says, വേദപുസ്തകം പറയുന്നു, he will be your hiding place. ദൈവം നിങ്ങൾക്ക് മറവിടമായിരിക്കുമെന്ന്. In this world there is hope for you, my friend. പ്രിയരേ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. Jesus will be your hiding place. തീർച്ചയായും കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് മറവിടമായിരിക്കും. Because he was exposed on the cross. കാരണം യേശു ക്രൂശിൽ പരസ്യ കാഴ്ചയായി തീർന്നു. Everybody looked at him and mocked at him. എല്ലാവരും യേശുവിനെ നോക്കിക്കൊണ്ട് രൂക്ഷമായ ഭാഷയിൽ യേശുവിനെ പരിഹസിച്ചു. And everybody saw him die naked and crying, my God, why have you forsaken? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു കരയുന്നത് എല്ലാവരും കണ്ടു. He understands your agony. അതെ, യേശു നിങ്ങളുടെ കഠിനമായ വ്യതകൾ Today മനസ്സിലാക്കുന്നു. when you come running to him, ഇന്ന് നിങ്ങൾ യേശുവിന്റെ അരികിലേക്ക് ഓടി വരുമ്പോൾ as he has destroyed every one of those fears and the mighty waters that come against you, നിങ്ങൾക്കെതിരായി വരുന്ന സകല ഭയത്തെയും പെരുവെള്ളത്തെയും യേശു നശിപ്പിച്ചതുകൊണ്ട്, through his sacrifice on the cross, ക്രൂശിൽ തന്റെ ജീവൻ യാഗമായി അർപ്പിച്ചതിലൂടെ he will pull you out of those mighty waters of disobedience, of sin, of fear and worry, and he will protect you. അനുസരണക്കേട്, പാപം, ഭയം, വിഷമം എന്നിങ്ങനെയുള്ള പെരുവെള്ളത്തിൽ നിന്ന് യേശു നിങ്ങളെ വലിച്ചെടുക്കും. യേശു നിങ്ങളെ കാത്തു സൂക്ഷിക്കും. He will instruct you and lead you into his plan of blessing.
യേശു നിങ്ങളെ ഉപദേശിച്ച് തന്റെ അനുഗ്രഹ പദ്ധതിയിലേക്ക് നിങ്ങളെ വഴി നടത്തുമെന്നത് തീർച്ച. Today this grace is coming upon you. ഇന്ന് ഈ കൃപ നിങ്ങളുടെ മേൽ വരുന്നു. Do not be afraid. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. Come running into the arms of Jesus. വരൂ, ഇന്ന് യേശുവിന്റെ സ്നേഹകരങ്ങളിലേക്ക് നിങ്ങൾ ഓടി വരൂ. He will surely help you. തീർച്ചയായും യേശു നിങ്ങളെ സഹായിക്കും. Let me pray for you. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Loving Heavenly Father, ഞങ്ങളുടെ സ്നേഹവാനായ സ്വർഗീയ പിതാവേ, remember this, your dear son, your dear daughter. അങ്ങയുടെ പ്രിയപ്പെട്ട മകനെ, അങ്ങയുടെ പ്രിയപ്പെട്ട മകളെ അങ്ങ് ഓർക്കണമേ. The mighty waters of disobedience are around us. ഞങ്ങളുടെ ചുറ്റിലും അനുസരണക്കേടെന്ന പെരുവെള്ളമുണ്ട്. The mighty waters of sin and sinful pleasures are around us. പാപമെന്ന പാപമോഹങ്ങളെന്ന പെരുവെള്ളം ഞങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. Mighty waters of fear and worries are around us. ഭയമെന്ന വിഷമങ്ങളെന്ന പെരുവെള്ളം ഞങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. Forgive us, Lord. പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. Listen to our cry. ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ. Answer our prayer. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. Now, Lord, fill your people with thy mighty Holy Spirit. ഇപ്പോൾ പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവിടുത്തെ മക്കളെ നിറയ്ക്കണമേ. Where the Spirit of the Lord is, there is liberty. എവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. Today liberate them. ഇന്ന് അവരെ വിടുവിക്കണമേ. Today fill them with thy mighty Holy Spirit. ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. Today transform them into your image from glory to glory. ഇന്ന് അവർ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അങ്ങയുടെ പ്രതിമയായി Help രൂപാന്തരപ്പെടട്ടെ. them to walk over the waters. വെള്ളത്തിന്മീതെ നടക്കുവാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. Come out of the fish and fulfill your will to bring a blessing to the nation. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന് അങ്ങയുടെ ഹിതം നിറവേറ്റി ദേശത്തിന് ഒരു അനുഗ്രഹം നൽകുവാനും Help them to be saved from all the destructive forces of the world and have a joyous family life. ലോകത്തിലെ നശീകരണ ശക്തികളിൽ നിന്ന് രക്ഷ നേടി നോഹയെ പോലെ സന്തുഷ്ടമായ ജീവിതം സ്വന്തമാക്കുവാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. Glory come upon thy children. അങ്ങയുടെ മക്കളുടെ മേൽ മഹത്വം വന്ന് ഉദിക്കട്ടെ. I see a person called Elizabeth. എലിസബത്ത് എന്ന പേരുള്ള ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു. Elizabeth, you're throwing up, you're vomiting. എലിസബത്ത്, നിങ്ങൾ You have ഛർദ്ദിക്കുന്നു. a severe disease, but God heals you right now and gives you life. നിങ്ങൾക്ക് മാരകമായ ഒരു രോഗമുണ്ട്, എന്നാൽ ദൈവം ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കി നിങ്ങൾക്ക് ജീവൻ God നൽകുന്നു. will give you your own business and also prosper you to bring healing to others. ദൈവം നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് നൽകും. മറ്റുള്ളവർക്ക് രോഗസൗഖ്യം നൽകത്തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Ramina, God touched your back and healed you. രമീന, ദൈവം നിന്റെ മുതുകിനെ സ്പർശിച്ച് നിനക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. Virus in your backbone is being healed by the power of the Holy Spirit. നിങ്ങളുടെ നട്ടെല്ലിലെ വൈറസ് രോഗബാധ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സൗഖ്യമാകുന്നു. There are many who are watching this program who have tied many things which have been given by man to you for luck ഈ പരിപാടി or for കണ്ടുകൊണ്ടിരിക്കുന്ന protection നിങ്ങളിൽ from the അനേകർ evil spirits. ദുരാത്മാക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും ഭാഗ്യമുണ്ടാകുന്നതിനും വേണ്ടി മനുഷ്യർ നൽകിയിരിക്കുന്ന പല ചരടുകളും കയ്യിൽ കെട്ടിയിരിക്കുന്നു. God doesn't need those things to protect you. Take it away. Put your trust in നിങ്ങളെ Jesus. കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്തിന് അതിന്റെയൊന്നും ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിൽ ആശ്രയം വെക്കുവിൻ, അതെല്ലാം Put your ഊരിക്കളയുവിൻ. trust in God. നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയം വെക്കുവിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. Father, as thy children give their lives to you right now, പിതാവേ, ഇപ്പോൾ അങ്ങയുടെ മക്കൾ തങ്ങളുടെ ജീവിതം അങ്ങേക്ക് സമർപ്പിച്ചതിനാൽ protect them from the mighty waters of the world. ലോകത്തിലെ പെരുവെള്ളത്തിൽ നിന്ന് അവരെ അങ്ങ് കരം പിടിച്ച് ഉയർത്തണമേ. Speak to them, Lord. പിതാവേ, അവരോട് അങ്ങ് സംസാരിക്കണമേ. Empower them, Lord. അവരെ ശക്തീകരിക്കണമേ. Let them overflow with blessings, Lord. അവർ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞു കവിയട്ടെ. Let thy Holy Spirit fill their spirits അങ്ങയുടെ now. പരിശുദ്ധാത്മാവ് അവരുടെ ആത്മാക്കളിൽ വന്ന് നിറയട്ടെ. Let them prophesy your plan in the അവർ world. ഈ ലോകത്തിൽ അങ്ങയുടെ പദ്ധതികൾ പ്രവചിക്കട്ടെ. Let them have a blessed future. അവർക്ക് അനുഗ്രഹീതമായ ഭാവി ജീവിതം ലഭിക്കട്ടെ. Let everything come back to them in double measure. സകലതും ഇരട്ടിയായി അവരിലേക്ക് തിരികെ വരട്ടെ. Heal their bodies. അവരുടെ ശരീരങ്ങൾക്ക് സൗഖ്യം നൽകണമേ.
Bless your children and strengthen them and heal അവരുടെ them. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ, സൗഖ്യമാക്കണമേ. Let there be peace in the family and all have a unified spirit in കുടുംബത്തിൽ Jesus. സമാധാനം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരുടെയും ആത്മാക്കൾ പരസ്പര സ്നേഹത്തിൽ വസിക്കട്ടെ. Let them have good results and excellent jobs and a golden future. അവർക്ക് നല്ല റിസൾട്ടും ഏറ്റവും ഉത്തമമായ ജോലികളും ശോഭനമായ ഭാവി ജീവിതവും ലഭിക്കട്ടെ. In the name of Jesus, whatever they have lost, let it come back. യേശുവിന്റെ നാമത്തിൽ അവർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം തിരികെ വരട്ടെ. Thank you for this blessing. പിതാവേ, ഈ അനുഗ്രഹത്തിന് നന്ദി. Use thy children as prophets of God. ദൈവത്തിന്റെ പ്രവാചകന്മാരായി അങ്ങയുടെ മക്കളെ ഉപയോഗിക്കണമേ. Let them hear your voice and prophesy. അവർ അങ്ങയുടെ ശബ്ദവും പ്രവചനവും കേൾക്കട്ടെ. Pray and declare your will. അവർ പ്രാർത്ഥിച്ച് അങ്ങയുടെ ഹിതം പ്രസ്താവിക്കട്ടെ. Let them be protected. അവർ ജീവിതത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you, my precious friend. This month, you could be a partner with us to build the Bethesda Prayer Center, renovating it to bring God's blessings to millions of people. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മാസം ബെഥസ്ദ പ്രാർത്ഥനാ ഗോപുരം പുതുക്കി പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പങ്കാളികളാകാം. Here's how you can build the Bethesda Prayer Center and have your family's name inscribed there. ഇതുപോലെ നിങ്ങൾക്കും ബെഥസ്ദ പ്രാർത്ഥനാ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ പേരും ഇതുപോലെ ആലേഖനം ചെയ്യപ്പെടും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബെഥസ്ദയുടെ പുനർനിർമ്മാണത്തിന്റെ വിവരങ്ങൾ 1 ചതുരശ്ര അടിക്ക് രൂപ 3000 നൽകിയോ അല്ലെങ്കിൽ അതിന് കൂടുതലുള്ള ചതുരശ്ര അടിക്കുള്ള സംഭാവനകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇത് മാത്രമല്ല, ബെഥസ്ദയ്ക്ക് പോകുന്ന പാതയുടെ പുനർനിർമ്മാണത്തിന് 10 ചതുരശ്ര അടിക്ക് രൂപ 50,000 അല്ലെങ്കിൽ അതിന് കൂടുതലുള്ള ചതുരശ്ര അടിക്കുള്ള സംഭാവനകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ബെഥസ്ദയിലുള്ള പ്രാർത്ഥനാ മുറിയുടെ പുനർനിർമ്മാണത്തിന് രൂപ 2 ലക്ഷം നിങ്ങൾക്ക് സംഭാവനയായി നൽകാവുന്നതാണ്. ബെഥസ്ദയിലുള്ള ചാപ്പലിന്റെ പുനർനിർമ്മാണത്തിനായി രൂപ 5 ലക്ഷം നിങ്ങൾക്ക് സംഭാവനയായി നൽകാവുന്നതാണ്. നിങ്ങളുടെ സംഭാവനകൾ ജീസസ് കോൾസ് എന്ന പേരിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ചെക്ക്, മണി ഓർഡറിലൂടെ ഈ വിലാസത്തിലേക്ക് അയക്കാവുന്നതാണ്. ഞങ്ങളുടെ വിലാസം ജീസസ് കോൾസ് 16 ഡോക്ടർ DGS ദിനകരൻ റോഡ്, രാജ അണ്ണാമലൈപുരം, ചെന്നൈ 600028 അല്ലെങ്കിൽ നിങ്ങളുടെ സമീപമുള്ള പ്രാർത്ഥനാ ഗോപുരങ്ങളിൽ സംഭാവനകൾ നൽകാവുന്നതാണ്. മാത്രമല്ല, ഞങ്ങളുടെ വെബ്സൈറ്റ് www.jesuscalls.org മുഖേന നിങ്ങളുടെ സംഭാവനകൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് അയക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറായ 1800-425-7755 എന്ന നമ്പറിൽ രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. God bless you.